إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നമസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. സത്യത്തിൽ നമസ്കാരമെന്ന ഇബാദത്തിലൂടെ പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞ നേട്ടങ്ങളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. നമസ്കാരത്തിന് പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സ്വർഗമാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, എന്റെ നമസ്കാരത്തിലൂടെ എനിക്ക് സ്വർഗം നേടാൻ സാധിക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാളെ പരലോകത്ത് സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ നമസ്കരിച്ചവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞ കുറെ നേട്ടങ്ങളുണ്ട്. ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാനും സമാധാനിക്കാനും കഴിയും. പരലോകത്ത് എനിക്ക് സ്വർഗം ലഭിക്കും. എന്നാൽ ദുനിയാവിൽ ലഭിക്കേണ്ട നേട്ടങ്ങൾ തന്നെ നമസ്കാരത്തിലൂടെ നേടാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് കിട്ടുമെന്ന് എന്ത് ഉറപ്പും പ്രതീക്ഷയുമാണ് നമ്മുടെ മുമ്പിലുള്ളത്? നമ്മൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമസ്കാരത്തിലൂടെ മനുഷ്യന് ദുനിയാവിൽ ലഭിക്കുന്ന കുറെ നേട്ടങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. വസ്തഈനു ബിസ്സബിരി വസ്സലാ. നിങ്ങളുടെ നമസ്കാരം കൊണ്ടും സ്വബർ, ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹ് നിങ്ങളെ സഹായിക്കും.
വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അത് ഭക്തന്മാരല്ലാത്തവർക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഈ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, നമസ്കരിക്കുന്നവർക്കേ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയുള്ളൂ. ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ, മുസ്ലിം ലോകത്തിന്റെ സ്ഥിതി എന്താണ്? മുസ്ലിം സമൂഹത്തിന് ഇന്ന് അള്ളാഹുവിന്റെ സഹായമുണ്ടോ? മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ കിബിലയായ ബൈത്തുൽ മുഖദ്ദസ് ഇന്നും ജൂതന്മാരുടെ കരവലയങ്ങളിലാണ്. ഫലസ്തീനിന്റെ മണ്ണിൽ വീണ് പടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ രോദനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹമെന്ന് അറിയാവുന്നവരും മനസ്സിലാക്കിയവരുമാണ് നമ്മൾ. മ്യാൻമാറിന്റെ മണ്ണിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന എത്ര മുസ്ലിം സഹോദരങ്ങളുടെ കഥനത്തിന്റെ കഥകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇരു ഹറമുകളിൽ നിന്നും വിശ്വാസികൾ മനമുരുകി ഒറ്റക്കും കൂട്ടായും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇവിടെയാണ് തിരിച്ചറിയേണ്ടത്, നമുക്കെന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം തരുന്നില്ല? എന്തുകൊണ്ട് റബ്ബിന് മുസ്ലിം സമൂഹത്തിന് സഹായം കിട്ടുന്നില്ല? മുസ്ലിങ്ങളുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവർക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് അടിസ്ഥാനപരമായൊരു വിഷയമാണ്. ഇത് തമാശയായിട്ട് കാണേണ്ട വിഷയമല്ല. ഞാൻ എന്നോട് ചോദിക്കണം, നമ്മളോട് ചോദിക്കണം, എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? രണ്ടാമത്തെ കാര്യം, നമസ്കാരത്തിലൂടെ വ്യക്തികൾക്ക് ലഭിക്കേണ്ട ചില നേട്ടങ്ങളുണ്ട്. അതിലൊന്ന് ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന സ്വലാ, തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്നത് തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അത് നീചവൃത്തികളിൽ നിന്ന്, നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യനെ തടുക്കുന്ന പരിചയമാണ് നമസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ പ്രായപൂർത്തിയും പക്വതയും എത്തിയ അന്ന് മുതൽ നിസ്കരിക്കാൻ തുടങ്ങിയ ആൾക്കാരാണ് നമ്മളെല്ലാവരും. അന്നു മുതൽ ഈ പ്രായം വരെ നമസ്കരിച്ചിട്ട് ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് നമസ്കാരം നമ്മളെ തടയുന്നുണ്ടോ? നമസ്കരിക്കുന്നവർ പലിശ വാങ്ങുന്നു, പലിശ കൊടുക്കുന്നു, വ്യഭിചരിക്കുന്നു, മദ്യപിക്കുന്നു, സ്വവർഗരതിയിൽ ഏർപ്പെടുന്നു, അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്നു, അധർമ്മത്തിൽ, തിന്മകളിൽ വിരാജിക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? നമസ്കരിക്കുന്നവരെന്ന് പറയുന്നവർ, 5 നേരം നമസ്കരിക്കുന്നവർ, അവർ ധർമ്മങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം, അധർമ്മങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. തിന്മകളിൽ നിന്ന് അവരെ ആ നമസ്കാരം തടയും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നമസ്കാരം ഏതൊക്കെ തിന്മകൾ നമ്മളെ തടയുന്നുണ്ട്? നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് നമ്മുടെ നമസ്കാരം ഫലപ്രദമാകുന്നില്ല. അതുകൊണ്ടാണ് ഈ ഗുണങ്ങളൊന്നും നമുക്ക് ലഭിക്കാത്തത്. എങ്ങനെയെങ്കിലും നമസ്കരിക്കുക എന്നതിനപ്പുറത്ത്, പാരമ്പര്യമായി തുടർന്നു വരുന്ന ശൈലികൾക്കപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ പറയുന്ന മുസ്ലിം സമൂഹത്തിന് കിട്ടേണ്ട ഗുണങ്ങൾ ലഭിക്കും, അള്ളാഹുവിന്റെ സഹായം ലഭിക്കും, വ്യക്തികൾക്ക് ലഭിക്കേണ്ട നേട്ടങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഏത് കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ പ്രവാചകന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ചെയ്യണം. അത് നമസ്കാരമാണെങ്കിലും ഏത് ഇബാദത്താണെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വചനം നമുക്ക് കാണാം, മൻ തവല്ലഅ കമാ ഉമിറ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതുപോലെ വുദൂ ചെയ്താൽ, വസല്ല കമാ ഉമിറ, പ്രവാചക തിരുമേനി കൽപ്പിച്ചതുപോലെ ഒരാൾ നമസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ ഖദ്ദമ മിൻ അമലിൻ, അവൻ ചെയ്ത എല്ലാ തെറ്റായ കർമ്മങ്ങളും അള്ളാഹു അവന് പുറത്തു കൊടുക്കും. നമ്മുടെ പാപങ്ങൾ മുഴുവനും പടച്ചു നമുക്ക് പുറത്തു തരും. പക്ഷേ നിബന്ധന മുന്നിൽ വെച്ചു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നതുപോലെ ഒതു എടുക്കണം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നതുപോലെ നിസ്കരിക്കണം. നിങ്ങളുടെ ആലോചിച്ചു, നമ്മളിപ്പോൾ ഒതു എടുത്തല്ല, നമ്മുടെ ഒതുവിന്റെ സ്ഥിതി എന്തായിരുന്നു? നമ്മൾ ഒതു എടുത്തു, മുഖം കഴുകി, ഒക്കെ കഴുകി, അവസാനം കാലെങ്ങനെ കഴുകിയത്? പൈപ്പ് ഓപ്പൺ ചെയ്തിട്ട് കാലിങ്ങനെ നീട്ടിയിട്ട് കഴുകി പോകുന്നു. അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന രൂപമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു നിസ്സാര കാര്യമാണ്, നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറ്റൊരു വചനം കാണാം, 5 നേരത്തെ നമസ്കാരം അത് നിങ്ങൾക്ക് നിർബന്ധമാക്കി. മൻ അഹ്സന വുദൂഅഹുന്ന, ഒരാളുടെ വുളു ഏറ്റവും നല്ല രൂപത്തിൽ ഒരാൾ നിർവഹിച്ചാൽ, വസല്ലാഹുന്ന ലിവക്തിഹിന്ന, ഓരോരുത്തരും
നമസ്കാരത്തിന്റെ സമയത്ത് അത് നിർവഹിക്കുകയും ചെയ്താൽ കാനലഹു അലല്ലാഹി അഹദുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടൊരു കരാർ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അയ്യഗ്ഫിറ ലഹു, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും, അവനെ സ്വർഗത്ത് പ്രവേശിപ്പിക്കും. ഇവിടെ സ്വർഗത്ത് പ്രവേശിക്കാനും പാപങ്ങൾ പുറത്തു കിട്ടാനും പടച്ചോൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിൽ വെച്ച മാനദണ്ഡം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ നിസ്കരിക്കുക, അങ്ങനെ ഒളു എടുക്കുക, അപ്പൊ നിങ്ങൾക്ക് സ്വർഗം തരാന്നാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറ്റൊരു വചനം നമുക്ക് കാണാം. നമസ്കരിക്കുന്നവരിൽ ചില ആളുകൾക്ക് 10-1 കൂലി കിട്ടുക, ചില ആളുകൾക്ക് 10-9, 10-8, 10-7, 10-6, 10-5, 10-4, 10-1, 10-9 കിട്ടുന്നവരുമുണ്ട് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണ് നമ്മൾ നിർവഹിച്ചതെങ്കിൽ 10-10 നമുക്ക് കിട്ടും. ഇത്തിബാ, പ്രവാചകന്റെ ചര്യകൾ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ പൂർണ്ണമായ പ്രതിഫലം നേടാൻ നമുക്ക് കഴിയും. അത് നേടണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ നമസ്കാരത്തിൽ നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഭക്തി കിട്ടുന്നില്ല, ഖുശൂ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നമസ്കാരത്തിൽ ഭക്തി കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നിടത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഹുവദുല്ലുൻ ബൈന യദൈഹി അസീസ്, നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് പ്രതാപിയായ അള്ളാന്റെ മുമ്പിൽ ഒരു അടിമയുടെ പരിപൂർണമായ വിധേയത്വമാണ്. അത് പ്രകടിപ്പിക്കുന്ന ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം പരിശുദ്ധ ഖുർആനും സുന്നത്തും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞതും നമസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞതും ഖുശൂ ആണ്. അതുകൊണ്ടല്ലേ സൂറത്തു മുഅ്മിനൂനിൽ അല്ലാഹു പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഏത് മുഅ്മിനീങ്ങൾ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർ, അവർ വിജയിച്ചിരിക്കുന്നു, അവർക്ക് സ്വർഗമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇവിടെയും പറയുന്നത് ഖുശൂ ആണ്. എങ്ങനെയെങ്കിലും ചെയ്തോട്ടെ, സ്വഫ് എങ്ങനെങ്കിലും നിൽക്കട്ടെ, കൈ എങ്ങനെ വേണമെങ്കിലും കെട്ടട്ടെ, നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിയാലും വേണ്ടിയില്ല, ഇനി കയറിയാലും വേണ്ടിയില്ല, ഏത് വസ്ത്രം ഇട്ടാലും വേണ്ടിയില്ല, ഉറങ്ങുമിട്ട ഡ്രസ്സാണെങ്കിലും വേണ്ടിയില്ല, എങ്ങനെങ്കിലും ഒന്ന് നിസ്കരിച്ചാൽ മതി എന്ന കൺസെപ്റ്റിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ധാരണയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരത്തിന് സ്വീകാര്യതയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഭയഭക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്. ഭയഭക്തി ഉണ്ടെങ്കിൽ സ്വീകരിക്കാനുള്ള മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് നമ്മൾ നിർവഹിക്കുകയുള്ളൂ. അതിലേറ്റവും പ്രധാനം പ്രവാചകന്റെ മാതൃക പിൻപറ്റുക എന്നതാണ്. പഠിപ്പിച്ച രൂപത്തിൽ നമസ്കാരത്തിൽ മേൽപോട്ട് നോക്കിയ സ്വഹാബത്തിനോട്, നിസ്കരിക്കുന്ന സമയത്ത് മേലോട്ട് നോക്കിയ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? നിങ്ങള് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കണ്ണ് പടച്ചോൻ ചിലപ്പോ തിരിച്ചു തരൂല. ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കണമെന്ന് പറഞ്ഞ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഖാനിത്ത് എന്ന് പറയുന്ന പദത്തെ പണ്ഡിതന്മാർ നിർവചിച്ചത് എങ്ങനെയാണെന്നറിയോ? അതിനെ നിർവചിച്ചത് അർറുഖൂനു വൽ ഖുശൂഉ, അടക്കത്തോടുകൂടി നിൽക്കുക, ഭയഭക്തിയോടുകൂടി നിൽക്കുക, വഗദ്ദുൽ ബസർ, കണ്ണുകൾ താഴ്ത്തി നിൽക്കുക, വഖഫുൽ ജനാഹ്, അവയവങ്ങൾ ഒതുക്കി പടച്ചോന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി കണ്ണുകൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ട് കണ്ണുകൾ താഴ്ത്തി നിൽക്കണം. അതാണ് ഖുശൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കാനാണ് പ്രവാചക തിരുമേനി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ അശ്രദ്ധമായി നമസ്കരിക്കുന്നത് കണ്ടപ്പോ നബി തങ്ങൾ ആ സഹോദരനെ വിളിച്ചിട്ട് പറയുന്നു, യാ ഫുലാൻ അലാ തുഹ്സിനു സ്വലാതക്, നിനക്ക് നിന്റെ നിസ്കാരം ഒന്ന് നന്നാക്കി കൂടെ ചങ്ങായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാണ്, നിസ്കാരം ഒന്ന് നന്നാക്കി കൂടെ? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്? എന്നിട്ട് പറയാണ്, അലാ യൻദുറുൽ മുസല്ലി ഇദാ സല്ല കൈഫ യുസല്ലി വ ഇന്നമാ യുസല്ലി ലിനഫ്സി. എന്തിനാ നിസ്കരിക്കുന്നത്, എങ്ങനെയാ നിസ്കരിക്കുന്നത്, ആർക്ക് വേണ്ടിയാ നിസ്കരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടൊന്ന് നിസ്കരിച്ചൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ അബദ്ധം വന്ന ഒരു വ്യക്തിയോട് ചോദിക്കുന്നതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. നമസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്നാൽ ഫലാ തൽതഫിതു, നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. فإن الله عز وجل يقبل بوجهه على عبده ما لم يلتفت. ഒരാൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ, ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം
ചൊല്ലിക്കൊണ്ട് കൈകെട്ടിക്കഴിഞ്ഞാൽ അവന്റെ നേരെ പടച്ച റബ്ബ് അവന്റെ മുഖം തിരിച്ചു വെക്കും. മാലം യൽതഫിത്, അവന്റെ മുഖം തിരിച്ചു കളയാത്തിടത്തോളം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മുഖം തിരിച്ചു കളഞ്ഞാൽ പടച്ചോന്റെ മുഖം നമ്മളിൽ നിന്ന് മാറ്റും. നിങ്ങളെ ആലോചിച്ചു, നിസ്കാരത്തിലേക്ക് ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ വജ്ഹ് നമ്മുടെ നേരെ തിരിച്ചു വെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം വേണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകേണ്ടത് മുഹ്സിനിന്റെ സ്വഭാവമാണ്. അൻ തഅബുദല്ലാഹ് കഅന്നക തറഹ്, നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. കഅന്നക തറഹ്, നീ അവനെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറഹ്, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ട്. അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ അവനെ കാണുന്നില്ലെങ്കിലും അങ്ങനെ നീ ഇബാദത്ത് ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിലേക്ക് കൈകെട്ടിയിട്ട് നമ്മൾ പറയുന്ന വാചകം എന്താ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ്. അല്ലാഹുവേ, എന്റെ മുഖമിതാ ഞാൻ തിരിച്ചിരിക്കുന്നു. ആരിലേക്കാണ് എന്റെ മുഖം തിരിച്ചത്? ഏതെങ്കിലും സൃഷ്ടികളിലേക്കല്ല, ഏതെങ്കിലും ബീവിമാരിലേക്കല്ല, ഏതെങ്കിലും തങ്ങന്മാരിലേക്കല്ല, ഏതെങ്കിലും ഔലിയാക്കന്മാരിലേക്കല്ല. എന്റെ മുഖം തിരിച്ചിരിക്കുന്നത് ആകാശലോകത്തെ സംവിധാനിച്ച, സൃഷ്ടിച്ച, പരിപാലിക്കുന്ന 7 ആകാശങ്ങളെയും അവിടെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സംവിധാനിച്ച ഏകനായ സർവാധിനാഥനായ എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന അള്ളാന്റെ മുമ്പിലാണ് ഞാൻ എന്റെ മുഖം തിരിച്ചു വെച്ചിരിക്കുന്നത്. എന്തൊരു അഭിമാനമാണ്, എന്തൊരു ഇസ്സത്താണ്. അതാണ് ഒരു മുസ്ലിം പറയേണ്ടത്. അതാണ് ഭക്തി ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് നമ്മൾ മറക്കരുത്. അങ്ങനെ ഭക്തി ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമസ്കാരത്തിൽ ഭക്തി ലഭിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. 2, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം മരിക്കുമെന്ന് പറയുന്നൊരു ധാരണ അതിപ്പോൾ നല്ല കുറേ കാലം കഴിഞ്ഞിട്ടാണെന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. ഇപ്പം ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും ഏറ്റവും ഭക്തിയുള്ള ഇബാദത്തായി മാറാൻ ഇതെന്റെ അവസാനത്തെ ഇബാദത്താണ് എന്ന ചിന്ത ഉണ്ടെങ്കിൽ അത് സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വസല്ലി സ്വലാത മുവദ്ദഇൻ, ഒരു വിട പറയുന്നവന്റെ നമസ്കാരം നിങ്ങൾ നിർവഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇവിടെ നോക്കൂ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് സഹാബിമാര് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ സ്വദ്രിഹി അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുക, എണ്ണച്ചട്ടി തിളക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് ഞങ്ങൾ പ്രവാചകന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ പ്രവാചകന്റെ തേങ്ങല് ഞങ്ങൾ അങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നിസ്കാരത്തിലുള്ള ഭയഭക്തി, പ്രവാചകന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ശിക്ഷയെക്കുറിച്ചുള്ള ബേജാറ്, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, ഇത് രണ്ടും പ്രവാചകന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് ഞങ്ങൾ കരച്ചിലൂടെ ഞങ്ങൾ കേട്ടിരുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബിമാര് പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ബോധത്തോടുകൂടി നിർവഹിച്ചാൽ ഏത് ഇബാദത്തും ഏത് നമസ്കാരവും ഇഖ്ലാസുള്ള നമസ്കാരമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഏതൊരു ഇബാദത്ത് നമ്മൾ നിർവഹിക്കുമ്പോഴും ഇതെന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിലെ പ്രാർത്ഥനകളും ദിക്റുകളും സൂറത്തുകളും അർത്ഥമറിഞ്ഞുകൊണ്ട് നിർവഹിക്കുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തിൽ ഇഖ്ലാസ് ലഭിക്കുമെന്ന കാര്യത്തിൽ, ഖുശൂ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ നമ്മൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നു, അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് നിർവഹിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ മനോഹരമായി അത് ആലോചിച്ച് ചിന്തിച്ച് അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ഫാത്തിഹ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ്ങോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിർവഹിക്കാൻ പറ്റും.
ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് അത്ഭുതകരമായ സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തിന്റെയും അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാലാമത്തെ ഒരു പോയിന്റ് പറയാനുള്ളത് വെച്ചാൽ, നമുക്ക് ഒന്നിനോ രണ്ടിനോ പോവാനുണ്ടെങ്കിൽ, ഇപ്പോൾ മൂത്രമൊഴിക്കാനോ കാഷ്ടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പം ആ സമയത്ത് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരികയാണെങ്കിൽ പോലും അത് നിർവഹിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നിസ്കരിക്കാൻ വരേണ്ടതുള്ളൂ എന്നാണ്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ പല ആളുകൾ എന്താണെന്ന് വെച്ചാൽ, അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടായിട്ട് പോലും ജമാഅത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ഓടിക്കയറും. കൈ കെട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ എന്ത് ചെയ്യുക, നിലവിൽ പ്രശ്നങ്ങൾ വരിക, അസ്വസ്ഥതകൾ വരും. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ, എങ്ങനെയെങ്കിലും നിസ്കാരം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്ന് പറയും, വിചാരിക്കും, അങ്ങനെ ചിന്തിക്കും. അത് വലിയ പ്രശ്നമാണ്. അതൊരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിസ്കാരത്തിലേക്ക് വരേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇപ്പൊ നിസ്കാരത്തിലേക്ക് ചില ആളുകൾ ഓടി വരാറുണ്ട്. അവിടെ പോലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് ഫഅലൈക്കും ബിസ്സകീന, നിങ്ങൾ ശാന്തതയോടുകൂടിയാണ് വരേണ്ടത്. വൽ വഖർ, ഗാംഭീര്യത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് വരേണ്ടത്, നിസ്കാരത്തിലേക്ക് വരേണ്ടത്. അത് തമാശ കളിച്ചിട്ടോ തമാശ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓടിച്ചാടിയിട്ടോ ധൃതി പിടിച്ചിട്ടോ വിറയലോടുകൂടിയൊന്നും വരേണ്ടതല്ല പള്ളിയിലേക്ക്. അത് ഗാംഭീര്യത്തോടുകൂടി സാവകാശം സമാധാനത്തോടുകൂടിയാണ് അള്ളാന്റെ പള്ളിയിൽ ഇബാദത്തിന് വേണ്ടി വരേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് ഖുശൂ ലഭിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകളുടെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക. അതേപോലെ തന്നെ ഭക്ഷണം നമ്മുടെ മുന്നിൽ ഭക്ഷണമുണ്ട്, നല്ല വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നിർവഹിച്ചതിന് ശേഷം നമ്മൾ നിർവഹിക്കുക. അത് വളരെ പ്രധാനമാണ്. ഇതൊക്കെ ഖുശൂ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗമാണ് നമസ്കാരത്തിലൂടെ നമ്മൾ ലക്ഷ്യമായി കാണുന്നത്. അത് നമുക്ക് ലഭിക്കണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ കുറിച്ച് നമ്മളൊക്കെ വലിയൊരു ആശങ്കയിലാണ് ഉള്ളത്. അപ്പൊ ഇവർക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കല്ലാതെ മറ്റൊരു പരിഹാരം നമ്മുടെ മുമ്പിലില്ല. ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന വാർത്തകൾ മുഴുവനും വളർന്നു വരുന്ന പുതിയ തലമുറയെക്കുറിച്ചുള്ള ആശങ്കാപരമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുണ്ട് പരിഹാരമെന്ന് പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, മിക്ക ആളുകൾക്കും മക്കളുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. മക്കളുള്ളവരെ കാലേക്കുന്നത് എങ്ങനെ എൻ്റെ കുട്ടീനെ പുതിയ കാലത്ത് ഞാൻ എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെയാണ് അവന് ശരിയാക്കിയെടുക്കുക, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും നമ്മളെല്ലാവരും. ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, മതമല്ലാത്ത ധാർമ്മിക ബോധം പകർന്നു കൊടുക്കാന്നല്ലാത്ത വേറൊരു പരിഹാരം ലോകത്തില്ല. ഇങ്ങോട്ട് നോക്ക്, 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന സമൂഹം, ഡാർക്ക് ഏജ്, ലോകം വിളിച്ച ചരിത്രകാരന്മാർ വിളിച്ചതാണ്. ആ സമൂഹത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലൂടെ, തിരുസുന്നത്തിലൂടെയാണ്. ആ സമൂഹത്തെ സമുദ്ധരിച്ച പ്രവാചകൻ, ആ ഖുർആൻ ഇന്നും നമ്മുടെ കൈകളിലുണ്ട്. അതിലൂടെ അല്ലാതെ ഒരു സമൂഹത്തെയും സംസ്കരിച്ചെടുക്കാൻ സാധ്യമല്ല. കാരണം എന്താ വെച്ചാൽ, ലോകത്തിന്ന് മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഏതൊക്കെ ഇസങ്ങളും ആശയങ്ങളും ഉണ്ടോ അതൊക്കെ മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതൊന്നും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയേണ്ടത് മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ച ഏകനായ സർവാധിനാഥനായ റബ്ബാണ്. അതുകൊണ്ട് വിസ്ഡം സ്റ്റുഡൻസ് പ്രൗഢമായൊരു സമ്മേളനം കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ചാണ്. നിങ്ങളുടെ കുട്ടികളൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്യിക്കണം. ഇവിടുന്ന് വാഹന സൗകര്യമുണ്ട്. അത് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ പള്ളിക്ക് പുറത്തുണ്ട്. വളർന്നു വരുന്ന നമ്മുടെ തലമുറയെ ധാർമ്മിക ബോധമുള്ള, സംസ്കാര സമ്പന്നരായ, നാടിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകരിക്കുന്ന ഒരു തലമുറയായി അവരെ മാറ്റേണ്ടതുണ്ട്. ഇതേതെങ്കിലും ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ നടക്കില്ല. സമൂഹം ഒന്നടങ്കം ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാലേ നമ്മുടെ പുതിയൊരു തലമുറയെ നല്ല തലമുറയാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണമെന്നതുകൂടെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിലൂടെ ദുനിയാവിൽ ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളിൽ ലഭിക്കുന്ന സൗഭാഗ്യവന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തിരുതീരങ്ങളിലൂടെ ഏറ്റവും മനോഹരമായി ജീവിക്കാനും അതിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാനും
അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പലരും ഇന്ന് ഹോസ്പിറ്റലുകളിലും രോഗശയ്യയിലുമാണ്. രോഗപീഡയാൽ വേദനകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവർക്ക് അള്ളാഹു പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك.